ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഈ വീഡിയോ ചെയ്തിരുന്നത്. അതിനു മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. കാര്യം മറ്റൊന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ പറയാം. SSLC ഭാഗമായിട്ട് ഇപ്പോൾ 2 പരീക്ഷകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു, രണ്ടാമത് ഇംഗ്ലീഷുമായിരുന്നു. ഫസ്റ്റ് ലാംഗ്വേജ് പൊതുവെ കുട്ടികൾക്കൊക്കെ എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് അങ്ങനെയായിരുന്നില്ല. ഒരു മിക്സ്ഡ് ഒപ്പീനിയനാണ്. കുറച്ച് കുട്ടികൾക്കൊക്കെ ഈസിയാണെന്ന് പറയുമ്പോഴും ഒരുപാട് കുട്ടികൾക്ക് എന്ത് എക്സാം വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെയാണ് വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏത് അധ്യാപകരായിക്കോട്ടെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയ ശേഷം ഈ വർഷം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് കരുതി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിക്കുന്ന രീതിയിലാണ് ചോദ്യപേപ്പർ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ബേസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ അധ്യാപകർ പറയുന്ന പ്രഡിക്ഷൻസ് ബേസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രം മതിയാകില്ല എന്ന വളരെ വ്യക്തമായ സൂചനയാണ് ഇത്തവണ നൽകുന്നത്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ ഓപ്പൺ ഔട്ട് ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും ഇവർ പ്രഡിക്ഷൻസ് നടത്താറുണ്ട്. ഇന്ന ചോദ്യമായിരിക്കും പ്രൊസിഷൻ എഴുതുക, ഇന്നതായിരിക്കും ക്യാരക്ടർ സ്കെച്ച് വരിക എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നമ്മളൊരു ഗസ് വെച്ചിട്ടാണ് പറയുക. അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നോക്കിയിട്ട് ഈ കണ്ടൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയെന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇത്തവണ അതെല്ലാം മുൻ വർഷങ്ങളിൽ അതേപോലെ വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേയൊക്കെ ഇപ്പോൾ 5 എണ്ണം നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്താൽ അതിൽ 3 എണ്ണമൊക്കെ ശരിയാവാറുണ്ടായിരുന്നു, 2 എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന പല ചോദ്യങ്ങളും അതുപോലെയല്ല വന്നിട്ടുള്ളതിന് കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആളുകൾ വ്യത്യസ്തമായ, ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതുകൊണ്ടാണെന്നറിയില്ല, ഇതുവരെ വരാത്ത വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അപ്രീസിയേഷൻ നോക്കുക. ഈ പോയട്രി എന്ന അപ്രീസിയേഷൻ അധികമൊന്നും പരീക്ഷയിൽ വരാത്ത ഒന്നാണ്. മിക്ക യൂട്യൂബ് ചാനലുകളും പോയട്രി അപ്രീസിയേഷൻ വരുന്നു പ്രവേശിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇത് ഒരു ചാനലിൽ മാത്രമാണ് ഈ പോയട്രി വന്നേക്കാം എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ചാനലുകളും ഇത് വരില്ല. മറ്റ് 2 പോയംസാണ് പറയുന്നത്, മദർ ടു സണ്ണും ലാങ്സ് ഇൻ എർലി സ്പ്രിംഗ്. നമ്മൾ ഉൾപ്പെടെ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല വന്നിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതാണ് നമുക്ക് തരുന്ന സൂചന. നിങ്ങൾ അങ്ങനെ മുൻപ് ഇന്നത് വന്നു അതുകൊണ്ട് ഇന്നതേ വരൂ, അല്ലെങ്കിൽ മുൻ ഇന്നത് വന്നിട്ടില്ല അതുകൊണ്ട് ഇക്കൊല്ലം ഇത് വരും, അങ്ങനെയുള്ളൊരു കണക്കുകൂട്ടലിന് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏത് ചോദ്യവും ഞങ്ങൾ ചോദിക്കും എന്ന കൃത്യമായ മെസ്സേജ് നമുക്ക് നൽകുകയാണ്. ഇതൊരു വാർണിംഗ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത്തരം പ്രഡിക്ഷനുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന അസസ്മെൻറ്റ് വെച്ചിട്ട് ഒരിക്കലും ചോദ്യങ്ങളെ കാണരുത്. ചില പരീക്ഷയിൽ ഇതൊക്കെ റെഡി ആയിട്ട് വരാം, ചില പരീക്ഷയിൽ അങ്ങനെ വന്നിട്ടില്ല എന്ന് വരാം. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൂർണ്ണമായിട്ടും പഠിക്കുക. വരാൻ സാധ്യതയുള്ളതും സാധ്യതയുമില്ലാത്തതുമായ എല്ലാ ചോദ്യോത്തരങ്ങളും നിങ്ങൾ പഠിക്കുക. ഒന്നുപോലും വിടാതെ പഠിക്കുക. ഏത് ചോദിച്ചാലും, പ്രതീക്ഷിക്കുന്നത് ചോദിച്ചാലും പ്രതീക്ഷിക്കാത്തത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ തയ്യാറായിട്ട് പഠിക്കുക. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയത് ഇന്നത് മാത്രമാണ്, അവിടെ നിന്നേ ചോദിക്കൂ, അവിടെ നിന്നേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ എന്ന രീതിയിലുള്ള പഠനം നടത്തിയാൽ നിരാശയായിരിക്കും ഫലം എന്നുള്ളതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പാണ് ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ നൽകിയിരിക്കുന്നത്. നൽകാനുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. മുൻധാരണകളില്ലാതെ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ടും പഠിച്ച്, നോട്ട്ബുക്ക് പൂർണ്ണമായിട്ടും പഠിച്ചുകൊണ്ട് മാത്രം പരീക്ഷയെ സമീപിക്കുക. ഇല്ലെങ്കിൽ പല പരീക്ഷകളുടെ അവസാനവും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ. വീണ്ടും കാണാം. താങ്ക് യു.